പണ്ട് ഒരു 80-85 വയസ്സ് പ്രായമുള്ള ദൂരദേശത്ത് താമസിക്കുന്ന ഒരു സാധു ഭക്തനുണ്ടായിരുന്നു. ഒരു ഗുരുവായൂരപ്പ ഭക്തനായിരുന്നു അദ്ദേഹം. ആ വൃദ്ധൻ ഗുരുവായൂരപ്പനെ ദർശിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് ദിവസവും കാൽനടയായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകുമായിരുന്നു. അദ്ദേഹം അതിരാവിലെ വീട്ടിൽ നിന്ന് കുറച്ചു പൂക്കളുമായി യാത്ര തുടങ്ങും. അങ്ങനെ ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുമ്പോൾ കഠിനമായ ദാഹവും ക്ഷീണവും കാരണം വഴിയിൽ കുഴഞ്ഞു വീണു. ആരും അയാളെ സഹായിക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് അയാളെ ആരോ താങ്ങി എണീപ്പിച്ചിരുത്തുന്നതായിട്ട് അയാൾക്ക് തോന്നി. അയാൾ മെല്ലെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരു ഉണ്ണി കയ്യിൽ കുറച്ച് വെള്ളവുമായി തന്റെ അടുത്ത് നിൽക്കുന്നു. പുഞ്ചിരിയോടുകൂടി ഉണ്ണി തന്റെ കയ്യിലെ വെള്ളം ആ വൃദ്ധന് കൊടുത്തു. അദ്ദേഹത്തിന്റെ ദാഹം മാറിയപ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ഭഗവാന് നേദിച്ച കദളിപ്പഴം അദ്ദേഹം അത് ആ ഉണ്ണിക്ക് കൊടുത്തു. ഉണ്ണി ആ വൃദ്ധനെ വീടുവരെ കൊണ്ടുപോയി വിടുകയും ചെയ്തു. അങ്ങനെ വീട്ടിലെത്തി ഉണ്ണിയോട് നന്ദി പറയാമല്ലോ എന്ന് കരുതി അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ഉണ്ണിയെ അവിടെ എങ്ങും കണ്ടില്ല. വീട്ടിലെത്തിയപ്പോൾ താൻ ആ ഉണ്ണിക്ക് കൊടുത്ത കദളിപ്പഴം അതാ ഇവിടെ ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിന് മുന്നിൽ ഇരിക്കുന്നു. ഇതെന്ത് അത്ഭുതം! അദ്ദേഹത്തിന് മനസ്സിലായി തന്നെ രക്ഷിക്കാൻ വന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പനാണെന്ന്.